ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം ശ്ലോകം 5 നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യദേഹ്യവശഃ കർമ്മ സർവഃ പ്രകൃതിജൈർഗുണൈഃ. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ്. ആർക്കും ഒരൊറ്റ നിമിഷം പോലും തങ്ങളുടെ കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. ഭാവാർത്ഥം: ആത്മാവിനാൽ പ്രവർത്തിക്കപ്പെടേണ്ട ഒരു ജഡവാഹനമാണ് ശരീരം. സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഒരു നിമിഷം പോലും പ്രവർത്തിക്കാതിരിക്കാൻ വയ്യാത്തതുമാണ് ആത്മാവ്. ആത്മാവിൻ്റെ സാന്നിധ്യം കൂടാതെ ശരീരത്തിന് ചലിക്കാനാകുന്നില്ല. ശരീരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നത് ജീവാത്മാവിൻ്റെ സ്വഭാവമാണ്. കൃഷ്ണഭക്തി ഇല്ലാത്ത ഹൃദയങ്ങളിൽ ആത്മാവ് മായയിൽ മുഴുകി പ്രേരിതനായി ഭൗതിക ശക്തിയുമായുള്ള സമ്പർക്കത്താൽ ത്രിഗുണങ്ങൾ കൈക്കൊള്ളുന്നു, അതായത് ജഡസ്വഭാവത്തിൽ ലയിക്കുന്നു. ഇന്ദ്രിയങ്ങൾ അയാളെ നിയന്ത്രിക്കുന്നു. അപ്പോൾ കൃഷ്ണാവബോധം കൈക്കൊള്ളുകയും ശാസ്ത്രവിധിക്കനുസരിച്ചുള്ള നിർദ്ദിഷ്ട കർമ്മങ്ങൾ നിറവേറ്റുകയുമാണ് വേണ്ടത്.